ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭാ നരേന്ദ്രൻ. ഈ ശബ്ദം നമ്മൾ ആദ്യമായി കേട്ടത് 4 ദശകങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഈ ശബ്ദവും ആ രൂപവും ഇനി നമ്മുടെ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകാൻ പോവുകയാണെന്ന്. മലയാളിയുടെ ചിന്തകളിൽ, സ്വപ്നങ്ങളിൽ, ആശകളിൽ, നിരാശകളിൽ, വേദനകളിൽ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി ആ രൂപവും ശബ്ദവും മാറിയിട്ട് 4 ദശകങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവൻ പലപ്പോഴും താരതമ്യം പ്രാപിക്കുന്ന അവന്റെ തന്നെ പ്രതിരൂപങ്ങളിൽ ഒന്നായി മോഹൻലാൽ മാറിയിരിക്കുന്നു. അഭിനയത്തിന്റെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ വിവിധ പരിണാമങ്ങളിലൂടെയാണ് മോഹൻലാൽ മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത്. മലയാള സിനിമയ്ക്ക് ഒരു വില്ലനെ അത്യാവശ്യമില്ലാത്ത സമയത്താണ് മോഹൻലാൽ ഒരു വില്ലനായി മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. ബാലൻ കെ നായരും KP ഉമ്മറും ജോസ് പ്രകാശും ജനാർദ്ദനും TG രവിയുമെല്ലാം മലയാള സിനിമയിൽ വില്ലന്മാരായി അരങ്ങ് തകർക്കുന്ന ആ കാലഘട്ടത്തിലാണ് നരേന്ദ്രനായി മോഹൻലാൽ രംഗപ്രവേശം ചെയ്യുന്നത്. എന്നാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ മറ്റ് വില്ലന്മാരിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തനായിരുന്നു. അട്ടഹാസങ്ങളും തുറിച്ചുനോട്ടങ്ങളും അമിതാഭിനയവുമെല്ലാം കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്നതായിരുന്നു അക്കാലത്തെ ക്ലീഷേ വില്ലന്മാർ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു മോഹൻലാലിന്റെ നരേന്ദ്രൻ. തോളി ചരിച്ചുള്ള നടത്തവും അയഞ്ഞ രീതിയിലുള്ള സംഭാഷണവും സ്ത്രൈണതയാർന്ന മുഖവും സ്ത്രീലമ്പടമാർന്ന നോട്ടവുമെല്ലാം തന്നെ മോഹൻലാലിനെ അക്കാലത്തെ പതിവ് വില്ലന്മാരിൽ നിന്നും മാറ്റി നിർത്തി. ഈ പ്രത്യേകതകൾ പിന്നീട് മോഹൻലാലിലേക്ക് വില്ലൻ കഥാപാത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. ധ്രുവസംഗമം, അട്ടിമറി, അഹിംസ, ഊതിക്കാച്ചിയെ കൊന്ന് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ചിത്രങ്ങളിൽ മോഹൻലാൽ എന്ന വില്ലൻ വന്നു പോയിക്കൊണ്ടിരുന്നു. താൻ കൊണ്ടുവന്ന ഒരു നടന്റെ അക്കാലത്തെ സിനിമാ പോസ്റ്ററുകൾ കണ്ട് തനിക്ക് വിഷമമുണ്ടായതായി ഫാസിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഫാസിലിന് പോലും അദ്ദേഹത്തിന് ഈ മേഖലയിൽ വലിയൊരു കാലം നിലനിൽക്കാനാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചരിത്രം മോഹൻലാലിനോട് എന്നും കരുണയുള്ളവനായിരുന്നു. തന്റെ മുന്നിലെത്തുന്ന എല്ലാ കഥാപാത്രങ്ങളെയും വാരിപ്പിടിച്ച് ആർത്തിയോടെ അഭിനയിച്ച് തള്ളുന്നതിനിടയിൽ മോഹൻലാൽ പോലും അറിയാതെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന അഭിനയത്തിന്റെ അനുഭവ പാഠങ്ങൾ അദ്ദേഹത്തിനുള്ളിൽ ഒരു മികച്ച നടനെ രൂപപ്പെടുത്തുന്നതിന്റെ പാഠങ്ങൾ തീർക്കുകയായിരുന്നു. ഈ ഓട്ടത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ പോകുന്ന ഒരു സിനിമ അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ബാലചന്ദ്ര മേനോന്റെ കേൾക്കാത്ത ശബ്ദം. അക്കാലത്തെ പ്രേക്ഷക തരംഗമായി മാറിക്കൊണ്ടിരുന്ന ബാലചന്ദ്ര മേനോന്റെ പുതിയ ചിത്രത്തിലേക്ക് നായക സമാനമായ ഒരു കഥാപാത്രത്തെ അഭിനയിക്കുന്നതിനുള്ള നടനെ അദ്ദേഹം തേടുന്ന സമയമായിരുന്നു അത്. ഒരു റൊമാൻറ്റിക് നായകൻ, എന്നാൽ സ്ത്രീലമ്പടനും വില്ലനുമാണ് അയാൾ ആ സിനിമയിൽ. അങ്ങനെയുള്ള ഒരു നായകന് വേണ്ടിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് മോഹൻലാലിലേക്ക് ബാലചന്ദ്ര മേനോൻ എത്തുന്നത്. എന്നാൽ കടുത്ത വില്ലത്തരവും സ്ത്രീലമ്പടത്വവും ഒക്കെ ഉള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അതുവരെ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ രൂപത്തിൽ ഒരു റൊമാൻറ്റിക് കാമുകനെ സങ്കല്പിക്കാൻ അന്നത്തെ പ്രേക്ഷകന് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ സിനിമ ഇറങ്ങിയപ്പോൾ അന്നത്തെ നായകന്മാരായ നെടുമുടി വേണുവിനും ബാലചന്ദ്രനും ഒക്കെ മുകളിൽ തന്നെ ആ കഥാപാത്രം പ്രേക്ഷക മനസ്സിൽ കടന്നുകൂടി. ഒരേ സമയം കാമുകനായും അതേസമയം കാമുകിയെ ചതിക്കുന്നവരുമായുള്ള 2 വ്യത്യസ്ത ഭാവങ്ങൾ തന്മയത്വത്തോടുകൂടി മോഹൻലാൽ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രേക്ഷകന് അതൊരു അത്ഭുതമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സിനിമയാണ് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഒന്നാമത്തെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ സിനിമയോട് കൂടിയാണ് മോഹൻലാൽ മലയാള സിനിമയിലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനാണെന്ന് പ്രേക്ഷകരും ചലച്ചിത്രകാരന്മാരും തിരിച്ചറിയുന്നു. മോഹൻലാൽ അഭിനയം തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ വർഷവും 2 ഡസനിലധികം സിനിമകൾ അദ്ദേഹത്തെ തേടി വന്നുകൊണ്ടിരുന്നു. വില്ലന്മാരുണ്ട്, സഹനടന്മാരുണ്ട്, കോമിക് ക്യാരക്ടേഴ്സ് ഉണ്ട് തുടങ്ങി കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് സമ്പുഷ്ടമായിരുന്നു അദ്ദേഹത്തിന് അക്കാലം. ഇതിൽ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, എങ്ങനെ നീ മറക്കും, ആട്ടക്കലാശം, കാറ്റത്തെ കിളിക്കൂട്, എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, വിസ തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുമ്പോഴേക്കും അദ്ദേഹം മലയാളിയുടെ പ്രിയപ്പെട്ട നടനായി മാറിയിരുന്നു. അവനെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും കഴിവുള്ള,
അവന്റെ പ്രതീക്ഷകളും ആശങ്കകളും വേദനകളും തന്നിലേക്ക് ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഒരു അഭിനയ ശരീരമായി അപ്പോഴേക്കും മോഹൻലാൽ മാറിയിരുന്നു. നായകന്റെ സുഹൃത്തായും മകനായും അനിയനായുമെല്ലാം മോഹൻലാൽ കഥാപാത്രങ്ങൾ മലയാളിയുടെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടേയിരുന്നു. മോഹൻലാൽ ആ സമയത്തൊന്നും കഥാപാത്രങ്ങളെ കാറ്റഗറൈസ് ചെയ്ത് സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരേ സമയം അയൽപക്കത്തെ പയ്യനായും കാമുകിമാരുടെ മനസ്സിൽ സ്വപ്നങ്ങൾ വിരിക്കുന്ന കാമുകനായും മോഹൻലാൽ മാറിയപ്പോൾ അതേ സമയം തന്നെ വിശ്വസിക്കാൻ കൊള്ളാവാത്ത, എപ്പോഴും ചതിക്കാൻ സാധ്യതയുള്ള ക്രൂരനായ നായകനായും മോഹൻലാൽ മാറിക്കൊണ്ടിരുന്നു. ഉയരങ്ങളിൽ എന്ന IV ശശി സംവിധാനം ചെയ്ത MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ സിനിമയിലെ മോഹൻലാൽ കഥാപാത്രം അത്തരത്തിലുള്ളതായിരുന്നു. പിന്നീട് അനേകം മാസ് സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച് വിജയിപ്പിച്ച ലാർജർ ദാൻ ലൈഫ് ആന്റി ഹീറോ കഥാപാത്രങ്ങളുടെ തുടക്കം ഉയരങ്ങളിലെ ഈ കഥാപാത്രത്തിൽ നിന്നാണ്. അതുവരെ അദ്ദേഹം അഭിനയിച്ച് വിജയിപ്പിച്ച പല സ്ത്രൈണതയാർന്ന കഥാപാത്രങ്ങളുടെയും മുകളിൽ പൗരുഷമാർന്ന ഗൗരവമുള്ള കഥാപാത്രങ്ങളെ മോഹൻലാലിനെ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കാമെന്ന് ചലച്ചിത്രകാരന്മാരെ ചിന്തിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഉയരങ്ങളിൽ. പിന്നീട് മോഹൻലാലിനെ ഒരു ആക്ഷൻ ഹീറോയിലേക്ക് ഉയർത്തിയ തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ മോഹൻലാലിന്റെ ഉയരങ്ങളിൽ നിന്നുള്ള മറ്റൊരു ചുവടുവെപ്പാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. മോഹൻലാലിന്റെ അഭിനയ പരിണാമങ്ങളിലൂടെയുള്ള യാത്രയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ ഹായ്.